പൊടിഞ്ഞു പോകുന്ന, കൽബ് തകർന്നു പോകുന്ന അവസ്ഥയാണ്. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്ന ഒരാളെ പോലും മക്കയും മദീനയും കാണിക്കാതെ നീ മരിപ്പിക്കല്ല റബ്ബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുവേ, സ്വലാത്ത് കോടിക്കണക്കിന് സ്വലാത്തായി മസ്ജിദുൽ നബവിയുടെ കവാടത്തിന് തൊട്ട് മുന്നിൽ മജ്ലിസുൽ മദീനയുടെ സമ്മാനമായി അല്ലാഹു കൊണ്ട് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിലൂടെ ഒരു ചൊരുക്കമാണോ? ശത്രുക്കളുമായി പോരാട്ട വീര്യത്തോടുകൂടി ഇറങ്ങി വരാൻ ഒരുക്കമാണോ? സഹാബികൾ ഓരോരുത്തരും സമ്മതിച്ചു. കാരണം അവർക്ക് വേറൊന്നും ആലോചിക്കേണ്ടതില്ല. എല്ലാം മറന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കുന്നവർക്ക് പിന്നെ എന്ത് ആലോചിക്കാനാണ്? അവിടെയാണ് ഇത്രത്തോളം കഷ്ടതയും ത്യാഗവും അനുഭവിച്ചിട്ട് അല്ലാഹു പടച്ചതമ്പുരാൻ തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നത്. ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമൂ. ആക്രമിക്കപ്പെട്ടവരോട് അല്ലാഹുവിന്റെ ഹബീബടക്കമുള്ള പ്രിയപ്പെട്ട വിശ്വാസികളോട് വാളെടുക്കാനുള്ള അനുമതി ഇസ്ലാം കൊടുത്തപ്പെടാം. ഈ കോട്ട് തങ്ങൽപ്പടിയുടെ പരിസരത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സമുദായത്തിലെ സഹോദരങ്ങൾ പഠിച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ലെങ്കിൽ കഴുത്തറുക്കുമെന്ന് പറയുന്ന ഇസ്ലാമിന്റെ നയം ഇസ്ലാമിലില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയുന്ന ആ ഒരു ഇസ്ലാമിന്റെ നയം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുമാത്രം ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കരിച്ചിട്ട് ആ ഒരു ഭാഗം കത്തിക്കരിഞ്ഞതിന്റെ ഗന്ധം തന്റെ നാസാദ്വാരത്തിലൂടെ അടിച്ചു കയറിയപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയേ, ഞങ്ങൾ അടിക്കുന്നവരെ തിരിച്ചടിക്കാൻ അനുമതിയില്ലേ എന്ന് ചോദിച്ചപ്പോ പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ സഹായം വരും എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായമെന്ന് ചോദിച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ മടങ്ങിപ്പോയെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങൾ പഠിച്ചോ, ഇസ്ലാം മതമെന്ന് പറയുന്നത് ഈ ദീനിലേക്ക് കടന്നു വരാത്തവരെ വാളുകൊണ്ട് വിരട്ടിയത്ത് കിളിമ പറയിപ്പിച്ച മതമല്ല. എപ്പോഴാണ് വാളെടുത്തതെന്നറിയുമോ? ജീവിക്കാൻ നിവർത്തിയില്ല. പ്രിയപ്പെട്ടവരെ, മദീനത്ത് പോയപ്പോൾ അവിടെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഉപദ്രവത്തിന്റെ കൂരമ്പുകള് സഹാബത്തിന്റെ നെഞ്ചിലേക്ക് തളച്ചു കയറുമ്പോ അവസാനമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ഉദിനലില്ലദീന യുഖാതലൂൻ. അല്ലാഹുവിന്റെ അനുമതി വരികയാ. അക്രമം ഏറ്റുവാങ്ങിപ്പോയ, കഷ്ടപ്പാടും സങ്കടവുമെല്ലാം ഏറ്റുവാങ്ങിപ്പോയ പ്രിയപ്പെട്ട സഹാബത്തിനോട് യുദ്ധത്തിനുള്ള അനുമതി വരുമ്പോ, പ്രിയമുള്ളവരെ, ഒരു പാവപ്പെട്ടവരാണ്, അവര് പട്ടിണിപ്പാവങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് തരാൻ കഴിയും ബദറിനെ സഹായിക്കാൻ? ആരോഗ്യത്തിനപ്പുറം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്താ തരാൻ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ കോട്ട് തങ്ങൽപ്പടിയുടെ പരിശുദ്ധ ഉത്തമല്ലാത്ത ഈ പ്രദേശത്ത് എവിടെ വന്നാലും ഞാൻ നിങ്ങളോട് സ്വതക്ക ചോദിക്കാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി, അനാഥ മന്ദിരങ്ങൾക്ക് വേണ്ടി, യതീമക്കൾക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി, അതുപോലെ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വതക്ക ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ഒരു തരാറിന്റെ താലിയും മാലയും വളയും കമ്മലുമല്ല. എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ ദീനെ സഹായിക്കാൻ കൊടുക്കുന്നതിന് ദുനിയാവിൽ മാത്രമല്ല പ്രതിഫലമുള്ളത്. ലോകത്തിന്റെ നായകൻ ചോദിക്കുന്നു, ആരാ ബദറിനെ സഹായിക്കാൻ ആരാ ഉള്ളത്? ശത്രുക്കളുമായി പോരടിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഒരുപാട് ചിലവുകളുണ്ട്. പ്രിയപ്പെട്ട സഹാബത്തെ, ആരൊക്കെയാണ് സഹായിക്കാനുള്ളത്? ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറയുന്ന, നബിയേ, എനിക്കുള്ള സമ്പാദ്യം മുഴുവനും, എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ അവിടുത്തെ കാൽച്ചോട്ടിൽ സമർപ്പിച്ചിരിക്കും നബിയേ. ഓരോരുത്തരും പറഞ്ഞു. അതിൽ ഒരു സഹാബിയുടെ ചരിത്രം ബദറിന്റെ അനുസ്മരണമായതുകൊണ്ട് വറക്കത്തിലൊന്ന് പറയുകയാണ്. ഒറ്റ സഹാബിയുടെ, അതിൽ നിന്ന് ഒരാൾ ഒരു വറക്കത്തിന് വേണ്ടി ആയുധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ കൽബിൽ സൂക്ഷിക്കപ്പെടേണ്ടുന്ന വീര്യം ചോർന്നു പോകാത്ത
സുഹാബുൽ ബദറിന്റെ ആയുധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ചരിത്രം മാത്രം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരിൽ നിന്നും ഒരാൾ അബൂ അഖീൽ റളിയല്ലാഹു തആല അൻഹു. സഹാബികൾ ഓരോരുത്തരും ഓരോന്ന് സമർപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂ അഖീൽ റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിന്റെ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവളോട് പറയുന്നു, പെണ്ണേ, നാളെ ബദർ നടക്കാൻ പോവുകയാണ്. എല്ലാവരും അവരവരാൾ കടിയുന്നത് കൊടുക്കുമ്പോ എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല. ഈ വീട്ടിന്റെ അകത്ത് എന്താ ഉള്ളത്? ബദരീങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ, യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ എന്താ ഉള്ളത്? അബൂ അഖീൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ടവൾ കൊടുത്ത മറുപടി എന്തെന്നറിയോ? മുട്ടിയ വയറുമായി കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കിടന്നിറങ്ങുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പ്രിയരമാ, കിടക്കുന്നത് കണ്ടില്ലേ നമ്മുടെ അരുമ മക്കള്? അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല. അവരെത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അവര് തളർന്നു കിടക്കുന്ന പ്രിയരമാ. ഈ വീട്ടിൽ നിന്ന് പിന്നെ എന്താണ് ബദറിന്റെ രണാകണത്തിന് വേണ്ടി തരാറുള്ളത്? അബൂ അഖീൽ റളിയല്ലാഹു അൻഹുവിന് സമാധാനം കിട്ടുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഓർക്കണം, നമ്മൾ സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗത്ത് റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് മുൻകടന്നു പോയവർക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയുന്നത് ആരെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ? ഇമാം റാശി റളിയല്ലാഹു അൻഹു പറയുന്നു, അത് അല്ലാഹുവിന്റെ ബദറിന്റെ രണാകണത്തിൽ നിറഞ്ഞ പ്രിയപ്പെട്ട സഹാബത്താണ്. അവരുടെ പേരിൽ ചോറ് വെച്ചു കൊടുക്കുന്ന പള്ളികളെന്ന് കുറഞ്ഞു പോയില്ലേ കേരളത്തില്? അവരുടെ പേര് പറഞ്ഞിട്ട് മൗലിദ് ഓതുന്ന, ബദരിയത്ത് ഓതുന്ന, ബദർമാല പാടുന്ന സ്ഥലങ്ങളെന്ന് കുറഞ്ഞു പോയില്ലേ കേരളത്തില്? എന്തേതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ? എന്തേതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞുപോയ കാലഘട്ടത്തില് ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട മഹാരഥന്മാരെ ചവിട്ടി തേച്ചുകൊണ്ട് അവരെക്കാരും വലിയ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് താടി മാത്രം റോഡ് തട്ടുന്നത് വരെ നീട്ടി വളർത്തിയിട്ട് ഞാൻ ദീനിന്റെ ആളാണെന്ന് പറഞ്ഞു നടക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അവരെ തഴമ്പ് കണ്ടുകൊണ്ട്, അവരെ താടി കണ്ടുകൊണ്ട് മനം മയങ്ങിപ്പോകേണ്ട പ്രിയപ്പെട്ടവര്, ബദരീങ്ങളെ നമ്മളല്ലാതെ പിന്നെ ആരാ ഓർക്കാനുള്ളത്? അബൂ അഖീൽ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ടവരുടെ വീട്ടിന്റെ അകത്ത് ഒന്നുമില്ല എന്ന് മനസ്സിലായപ്പോ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാ. എന്നിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അബൂ അഖീൽ ചെയ്തു തരാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ഒരു ജൂതന്റെ മനുഷ്യൻ, ഒരു ജൂതനാര മനുഷ്യന്റെ തോട്ടമുണ്ടല്ലോ, ആ തോട്ടം നനച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അബൂ അഖീൽ സന്തോഷത്തോടെ പറയുന്ന, ഞാൻ തയ്യാറാ, ആ തോട്ടത്തിലേക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ്. ആ തോട്ടത്തിലേക്ക് വെള്ളം നനയ്ക്കാനുള്ള ആയുധം കയ്യിലെടുത്തുകൊണ്ട് ലോകത്തിന്റെ മണിദീപത്തിന്റെ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ പരത്തുന്ന മണിമുത്തുനാഥമായ സ്വലാത്തുരുവിട്ടുകൊണ്ട് ആ ജൂതന്റെ തോട്ടം അങ്ങനെ നനച്ചു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, 5 കിലോ ഗോതമ്പ് മണിയാ കൊടുത്തത്. ഓർക്കണേ പ്രിയപ്പെട്ടവരെ, എന്റെ പള്ളിയുടെ മുന്നിൽ വന്നൊരു പാവപ്പെട്ടവൻ പറഞ്ഞതാ, ഉസ്താദേ, ബദരീങ്ങളുടെ നേർച്ച നടക്കുന്ന പള്ളി ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 313 രൂപ ഒരു വർഷം കൊണ്ട് ചെറിയ ഒരു പെട്ടിക്കകത്ത് നാണയത്തൊട്ടുകളായി ഇട്ടു സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ബദരീങ്ങളുടെ നേർച്ച നടക്കുന്ന സ്ഥലത്ത് ചോറ് വെക്കുന്നതിന് കൊടുക്കാൻ, ഇറച്ചി വെക്കുന്നതിന് കൊടുക്കാൻ, മൗലിദ് ഓതുന്നതിന് കൊടുക്കാൻ, പഴം വാങ്ങുന്നതിന് കൊടുക്കാൻ. ഇന്ന് ആ കാലഘട്ടത്തിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവരിന്ന് കുറഞ്ഞു പോയില്ലേ? പണം ഒരുപാട് കൂടിയപ്പോ, അധികാരം ഒരുപാട് കൂടിയപ്പോ, ആഡംബരം ഒരുപാട് കൂടിയപ്പോ, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തിയ ബദരീങ്ങളെ
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ നീ മറക്കരുത് മോനെ. ഞായറാഴ്ച രാത്രിയിൽ ബദരീങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതുന്ന, ബദരീങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്ന, ബദരീങ്ങൾക്ക് വേണ്ടി സലാത്ത് ചെല്ലുന്ന, ബദരീങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്ന, അവിടെ ചരിത്രം പറയുന്ന, പാടുന്ന രാവിന്റെ മണിക്കൂറുകളായി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സമയം ചിലവഴിച്ചോ. അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ. 5 കിലോ ഗോതമ്പ് മണി കിട്ടിയപ്പോ അബൂ വഖീൽ റളിയല്ലാഹു തആല കൊണ്ടുവരികയാ, കൊണ്ടുപോടുകയാണ് വീട്ടിലേക്ക്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അതിൽ നിന്ന് നേർപകുതി ഗോതമ്പ് മണി എടുക്കുകയാ. 2.5 കിലോ ഗോതമ്പ് മണി എടുത്തിട്ട് തന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട അരിമ മക്കൾക്ക് കൊടുക്കാനുള്ളതാ, എന്റെ അരിമ മക്കൾക്ക് കൊടുക്കാനുള്ളതാ. ബാക്കിയുള്ളതോ ബദറിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. വിശപ്പ് സഹിക്കാൻ വയ്യാത്ത അബൂ വഖീൽ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പോലും കൊടുക്കാറ്, മക്കൾക്ക് വിശപ്പടക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് ബദറിന് വേണ്ടി കൊണ്ടുപോവുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന ബദറില്ലേ, ഇറങ്ങി വന്ന ബദരീങ്ങളില്ലേ, ആ പ്രിയപ്പെട്ട അബൂ വഖീൽ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ പ്രിയതമ ചോദിക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, 2.5 കിലോ ഗോതമ്പ് മണിയല്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ? ബദർ യുദ്ധം നടക്കുമ്പോ പോരാടാ നിങ്ങൾക്ക് ആയുധമില്ലേ? ബദർ യുദ്ധം നടക്കുമ്പോ പോരാടാ നിങ്ങൾക്ക് ആയുധമില്ലേ? ഇതാ ഒന്നാമത്തെ ആയുധം എന്റെ ചെറുപ്പക്കാര് സ്വീകരിച്ചോ. ബദരീങ്ങളുടെ ആയുധം എന്തെന്നറിയാൻ ഓടിയെത്തി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് സ്വീകരിച്ചോ. അബൂ വഖീൽ എന്ന് പറയുന്ന പട്ടിണി പാവം 2.5 കിലോ ഗോതമ്പ് ബദറിലേക്ക് കൊണ്ടുപോകുമ്പോ പ്രിയതമയുടെ ചോദ്യത്തിന് മറുപടി പറയാ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാകടത്തിൽ നിങ്ങളുടെ ആയുധമെന്ന് ചോദിച്ചപ്പോൾ അബൂ വഖീൽ എന്ന് പറയുന്ന കറകളഞ്ഞ വിശ്വാസിയായ സഹാബി പറഞ്ഞ ആയുധമേതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആയുധമെന്ന് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മറക്കരുത്, ഇതേത് കാലഘട്ടത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഈ ആയുധത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലാ? കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന അണുബോംബുകളാ ലക്ഷക്കണക്കായ മനുഷ്യരുടെ ശരീരങ്ങള് ശുദ്ധീകരിക്കാൻ വീര്യമുള്ള അണുബോംബുകളുടെ കാലഘട്ടമാ. അതേ ആരോഗ്യവാന്റെ മാരണം നെഞ്ച് കുത്തിപ്പിളക്കാൻ വീര്യമുള്ള ശക്തിയുള്ള AK-47 കാലഘട്ടമാ. ലക്ഷക്കണക്കാന മനുഷ്യരുടെ ശിരസറ്റ കവന്തങ്ങൾ സമ്മാനിക്കാ ശക്തിയുള്ള മിസൈലുകളുടെ കാലഘട്ടത്തിലാ ഈ ഒരു ആയുധത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അബൂ വഖീൽ റളിയല്ലാഹു തആല പറയുകയാ, ലൈസ ലനാ സിവാ സൈഫ്, ഒരു വാള് മാത്രമാണ് പെണ്ണെ എന്റെ കയ്യിലുള്ളത്, ഒരൊറ്റ വാള് മാത്രമാണ് പെണ്ണെ എന്റെ കയ്യിലുള്ളത്. ആ വാള് ഏതെന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അബൂ വഖീൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരുപാട് ആയുധങ്ങളിൽ ഒന്നാമത്തെ ആയുധം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നിങ്ങൾ പറയുന്നത് എത്ര വലിയ ആയുധമാണോ എന്ന് ചോദിക്കുന്നത് തന്നെയാണ് നമ്മുടെ വിവരക്കേട്, എന്ന് ചോദിക്കുന്നത് തന്നെയാണ് നമ്മുടെ വിവരക്കേട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഇത്ര വലിയ ആയുധമാണോ? ആയുധമാണ്. വണ്ടിയിൽ എണ്ണ തീർന്നു പോയാൽ പമ്പിലെത്തണമെങ്കിൽ ഇനിയും കിലോമീറ്ററുകൾ ബാക്കിയുണ്ടെങ്കിൽ 100 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലിയിട്ട് ഈ പെട്രോളിന്റെ ടാങ്ക് തുറന്നിട്ട് ഊതി കൊടുത്താൽ മതി. പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റുമോ? എനിക്ക് പറ്റൂല. കാരണം അത്രയ്ക്കുള്ള ഈമാന്റെ പവറിൽ ഞാൻ എത്തിയിട്ടില്ല. ഇനിയും കുറെ ആൾക്കാർ എന്നെ കുറിച്ച് വസാദീപത്ത് പറയുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു പവറിലെത്തും. അങ്ങനെയാണല്ലോ ഒരു മനുഷ്യനെ അള്ളാഹു വളർത്തുന്നത്. നിങ്ങൾ എത്തണം, എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്യാഗം ചെയ്ത. ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ കഴിയും പ്രിയപ്പെട്ടവരെ നമുക്ക്.
ബദരീങ്ങളാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അവരുടെ ഏറ്റവും വലിയ ആയുധമാണെന്ന് പറഞ്ഞെങ്കിൽ ആ ഏറ്റവും വലിയ ആയുധം നമ്മുടെ കൽവിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സാലിം റളിയല്ലാഹു തആല അൻഹുവിനെ നഷ്ടപ്പെട്ടു പോയപ്പോ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പ കച്ചവടത്തിന് പോയിട്ട് സാലിം മടങ്ങി വന്നില്ല. അന്വേഷിച്ചിട്ട് കണ്ടില്ല. വീട്ടിൽ വന്നപ്പോൾ ഒരു ഭാര്യ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി നിങ്ങൾ പരാതി പറയും, എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരും. ധീരന്മാരായ സഹാബത്തിനെ പറഞ്ഞു വിട്ടിട്ട് സാലിം റളിയല്ലാഹു തആല അൻഹുവിനെ ഏതെങ്കിലും കൊള്ളക്കാരി പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് തരും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് സാലിം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ പറഞ്ഞു, എന്റെ മകൻ കച്ചവടത്തിന് പോയിട്ട് മടങ്ങി വന്നില്ല, കൊള്ളക്കാര് പിടിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് കൂടെ പോയവർ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയണം. ഈ ദിക്ർ പറയാൻ പറഞ്ഞു. നമ്മുടെ ഭാര്യമാരാണെങ്കിൽ എന്ത് പറയും? ആ മൗലാരി കഥയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് എന്നാലും ദിക്റെല്ലാം പറഞ്ഞു. ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഈ ദിക്റെല്ലാം പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചെല്ലാൻ പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് ചെന്നപ്പോ പ്രിയതമയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോ ആ പെങ്ങള് പെട്ടെന്ന് പോയി wudu എടുക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്താൻ ആയിരക്കണക്കിന് പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നങ്ങോട്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോ വാതിലിൽ മുട്ട് കേൾക്കുകയാണ്. വാതിൽ തുറന്നപ്പോ മോന എങ്ങനാ വന്നിരിക്കുന്നേ? കച്ചവടത്തിന് പോയാൽ സാധാരണ മടങ്ങി വരുമ്പോ 5 or 10 ആട് കാണും. പക്ഷെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നതോ 400 ഒട്ടകവും ആയിരക്കണക്കിന് ആടുകളുമായിട്ട് മകൻ വന്ന് നിൽക്കാണ്. പാപ്പ ചോദിച്ചു, ഇതെവിടെന്നാ മോനെ? നമ്മളാണെങ്കിൽ എന്ത് പറയും? പാപ്പ ചോദിച്ചു, മോനെ ഇതെവിടെന്നാ? മകൻ പറഞ്ഞു, ഉപ്പാ എന്നെ കുറെ കൊള്ളക്കാർ പിടിച്ചു വെച്ചു, അവരെന്നെ കെട്ടിയിട്ടു. എങ്ങനെയെന്നറിയില്ല. അവർ കുറച്ചുപേര് മദ്യപിച്ച് മധോന്മത്തരായി മയങ്ങിക്കിടന്നപ്പോ എനിക്കൊരു വീര്യം തോന്നി. ഞാൻ അവരെയൊക്കെ കെട്ടുപൊട്ടി ചക്രമിച്ചിട്ട് തിരിച്ച് എന്നെ ആക്രമിച്ച് പിടിച്ചതുകൊണ്ട് അവരുടെ സ്വത്തുക്കളും കൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ഉപ്പ നമ്മളാണെങ്കിൽ പറയും, ബലേ ഫേഷ്, നീ വാപ്പാടെ പൊന്നുമകൻ തന്നെയാണ്. കാരണം കൊള്ളക്കാരന്റെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. പാപ്പമാര് മക്കളെ ഗൾഫിൽ വിടുമ്പോ പറയും, മക്കളെ തർക്കം കിട്ടിയാൽ എല്ലാം ഊറ്റിക്കൊണ്ടിങ്ങ് വന്നു പറഞ്ഞു. ഇവിടത്തെ കാര്യം വാപ്പ ഏറ്റുപോയതാണ്. ഇപ്പോഴത്തെ ഗൾഫ് വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത കണ്ണുനീരാണ്. ഏറ്റവും അധികം ചൂട് വിദേശ രാജ്യങ്ങളിൽ ഈ റമദാൻ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സഹോദരിമാര് കരഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ പറയാം, അത്ര കരയേണ്ട ആവശ്യമൊന്നുമില്ല സാറേ, മിനിയാനും വിളിച്ചിരുന്നു, സുഖമാണ്. ഓ സുഖമാണ് റംല, നിനക്കെന്താ വേണ്ടത്? അതൊക്കെ ചോദിച്ചല്ലേ. ഇനി എന്തിനാ ഞാൻ കരഞ്ഞോണ്ട് ദുആ ചെയ്യണം? എന്റെ മറ്റാക്ക് ഒരു ഗുരുവില്ല. നിങ്ങൾ നാക്കെടുത്ത് വളച്ച് കൊണ്ടുപോകാതിരുന്നാൽ മതി എന്നാ ചില താത്തമാര് പറയാം. അല്ലാഹു തആല ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കൊടുത്തു. ചില പെണ്ണുങ്ങൾക്ക് അല്ലാഹു അങ്ങനെ ഒരു സൗഭാഗ്യം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്നാൽ അങ്ങനെ സൗഭാഗ്യം കിട്ടാതെ ആ സൗഭാഗ്യം നിഷേധിക്കപ്പെട്ട നൂറുകണക്കാറ് പെൺകുട്ടികളുണ്ട്. അല്ലാഹു പടച്ച തമ്പുരാൻ അവർക്ക് സമാധാനം കൊടുക്കട്ടെ, രക്ഷ കൊടുക്കട്ടെ. ഏറ്റവും അധികം ചൂട് നോമ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പോ ഈ ദിക്ർ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. വാപ്പാ ദിക്ർ, ഉമ്മയും വാപ്പയും ആ ദിക്ർ ചൊല്ലിയപ്പോ പ്രിയപ്പെട്ട മക്കളതാ സുബ്ഹാനല്ലാഹ് രക്ഷപ്പെട്ടു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയി പറഞ്ഞു, നബി ഇങ്ങനെ സ്വത്ത് കൊണ്ടുവന്നു, അനുവദനീയമാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീമിന് പകരം നിനക്കത് ഞാൻ തന്നിരിക്കുന്നു, എടുത്തോളാൻ പറഞ്ഞു. നമ്മളോ എന്റെ നാട്ടിൽ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഖബർ വെട്ടുന്ന ഒരാളിന് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. ഖബർ വെട്ടുന്ന ഒരാളിന്. അപ്പൊ ബാക്കിയുള്ള പള്ളിയിലെ ഖബർ വെട്ടുകാരൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഒന്നും എടുത്തു നോക്കിയാലോ എന്താ, അയാളെ ഖബർ വെട്ടി നിർത്താൻ പോവാണ്. കാരണം എന്താ, ഇനി അയാൾക്ക് ഖബർ വെട്ടാൻ വേറെ ആളെ നോക്കണം, പൈസ കിട്ടി, ഇനി വേറെ ജീവിതമൊന്നുമില്ല. ഇനിയുള്ള സെറ്റപ്പാ. ബാക്കിയുള്ള മരണചിന്തകളും ഖബറും മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആ സഹോദരൻ പറഞ്ഞു, കബർ വെട്ടി എന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നവത്രേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന മനോഹരമായ ബദരീങ്ങളുടെ ആയുധം. ആ ബദരീങ്ങൾ
ഖുർആനുടെ ആയുധം നമ്മുടെ നാവിൻ തുമ്പിലൂടെ ചൊല്ലിയപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു പടച്ചതമ്പുരാൻ അവർക്ക് പരിപൂർണമായ വിജയം കൊടുക്കുമ്പോ നിങ്ങൾ പറയും ഉസ്താദേ ഞാൻ ആഹുല ചൊല്ലിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. എന്തേ കാരണമെന്നറിയോ? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കുങ്കുമപ്പൂവിന്റെ മുന്നിൽ കാലം നീട്ടിയിരുന്നുകൊണ്ട് തസ്ബീഹെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ലാഹൗല ചൊല്ലിയാൽ പിന്നെ അത് തുരുമ്പിച്ച വാളിനെക്കാളും വീര്യം കുറഞ്ഞതാ, നഷ്ടമുള്ളതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹദീസിൽ കാണാം, സൂറത്ത് യാസീൻ ലിമാ ഖുരിഅലഹു മാഉ സംസം ലിമാ ശുരിബലഹു. സംസം വെള്ളം എന്തുദ്ദേശിച്ചുകൊണ്ട് കുടിക്കുന്നുവോ ആ രോഗം മാറ്റാനുള്ളതാ. സൂറത്ത് യാസീൻ എന്തുദ്ദേശിച്ചുകൊണ്ട് ഓതുന്നുവോ ആ കാര്യം നടത്താനുള്ളതാ. ഇലൈഹി തുർജഊൻ എന്ന് പറയുമ്പോൾ നടന്നിരിക്കുന്ന. പക്ഷെ നമ്മുടെ താത്തമാർ യാസീൻ ഓതുന്നതോ യാസീൻ വൽ ഖുർആൻ ലക്കീം എന്ന് പറഞ്ഞിട്ട് റൂമിന്റെ അകത്തുനിന്ന് വെളിയിലിറങ്ങും. ഇന്നക്കലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞിട്ട് ഡിങ്കിൾ ഡിങ്കിൾ ബാഡ് ഇത് മക്കളെ പഠിപ്പിച്ചിട്ട് പറയും ഒമാനസന്ന അലാ ഖൗമിഹിം ബഅദിഹിം മിനൽ സമാഇ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പറയും സേനവാച്ചിരി കട്ടഞ്ചായിട്ടുണ്ട് ഇന്നക്കലമിനൽ മുർസലാത്തും അതും പറയും. അതിനിടെ ഇങ്ങനെ ചോദിക്കും കുങ്കുമപ്പൂവിന്റെ സാനി പ്രസവിച്ചെന്നറിയാൻ വയ്യ, വീണ്ടും അടുത്ത് ഇങ്ങനെ ഓതുകയാണ്. ഇങ്ങനെ ഓതി നടക്കുമ്പോ പ്രിയമുള്ളവരെ 100 കൂട്ടം ജോലി കഴിഞ്ഞ് ആട്ടിനെ കുളിപ്പിച്ച് കുഞ്ഞിന്റെ അപ്പിയെടുത്ത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇലൈഹി തുർജഊൻ. ഇങ്ങനെ തുർജഊൻ പറഞ്ഞാൽ യാസീൻ ലിമാ ഖുരിഅലഹു ആവുകയില്ല, ഒരിക്കലും ആവുകയില്ല. മറിച്ച് ഓതേണ്ടതുപോലെ ഓതിയാൽ, പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഓരോ ദിക്റിനും ശ്രേഷ്ഠതയുണ്ട്. ഈ ഒന്നാമത്തെ ആയുധമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയേ വലിയ പേമാരി കൊണ്ട് മഴ കൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന പടുകൂറ്റം തീയുടെ അകത്തളത്തിലേക്ക് ഞാനാ തീയെ കെടുത്തിക്കളയട്ടെ എന്ന് ചോദിച്ചപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വേണ്ട, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ വീര്യമുള്ള വാക്കുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറക്കരുത്. നമ്മൾ എത്രയോ ക്യാൻസർ രോഗം വന്നവര്, ആർസിസിയുടെ അകത്തളത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവര്, അവരെ മറക്കാതിരിക്കാനുള്ള ആയുധമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിന്റെ അകത്ത് ഉറപ്പിച്ചു വെക്കാനുള്ള ഏറ്റവും വീര്യമുള്ള ആയുധമേതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹസ്ബുനല്ലാഹ് 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഈ ആയുധം മഹാന്മാര് സമ്മാനിച്ചതാ. ദിക്ർ മറന്നു പോകുന്ന, സൂക്ഷ്മത മറന്നു പോകുന്ന, മൊബൈലിന്റെ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് 100 കണക്കാണ് സംഗീതം ആസ്വദിച്ച് റമദാനിന്റെ വിലപ്പെട്ട സമയം പോലും പാഴാക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിച്ചോ, ഇത് നമ്മൾ ചെല്ലാറുള്ളതാണ്. ബദരീങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്ന, ബദർ മൗലൂദ് നടത്തുന്ന, ബദർമാല പാടുന്ന ഞാനും നിങ്ങളും ചൊല്ലാറുള്ളതാണ്. മറക്കണ്ട. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആകാശത്തൂടെ പറന്നു പോകുന്ന പറവകൾ, കരിഞ്ഞു പോകുന്ന വീര്യമുള്ള തീക്കുണ്ടാരത്തിന്റെ അകത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എയർ കണ്ടീഷൻ പണിഞ്ഞു കൊടുത്ത പടച്ചതമ്പുരാൻ ഒരു സൗറിന്റെ അകത്ത് പ്രവാചകന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കിടക്കുമ്പോ ആ ഒരു സൗറിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഗുഹയുടെ മുകൾ ഭാഗത്തൂടെ ചാടിപ്പോവുകയാ. അവരൊന്ന് താഴേക്ക് നോക്കിയാൽ ഞങ്ങളെ കണ്ടുപോകും നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആയുധമാണ് ഖിയാമത്ത് നാളിൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സകല മനുഷ്യരെയും റൂഹ് പിടിക്കുമ്പോ ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ ലോകം സർവ്വതും നശിച്ചു പോകുന്ന രംഗത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വഖൂലൂ ഹസ്ബുനല്ലാഹ് വഖൂലൂ ഹസ്ബുനല്ലാഹ് വഖൂലൂ ഹസ്ബുനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുത്ത ആയുധമാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഈ 2 ദിക്ർ
നമ്മുടെ ജീവിതത്തിൽ വളരെ വാഹനം ഓടിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇന്നൊരു വാഹനം ഒരു പാലത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് മറിഞ്ഞു. വാഹനം ഓടിച്ചാന്റെ കഴുത്തെറ്റുപോയി. ആ പുഴയിൽ രക്തം തളം കെട്ടി നിൽക്കുന്നു. റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്ത് മുകൾ ഭാഗത്ത് താഴേക്ക് വിടതാ. സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, നിങ്ങളുടെ ഈ പരിസരത്തുള്ളൊരു സ്ഥലമാണ്. അള്ളാഹു പടച്ചതമ്പുരാൻ, ഞാനും എന്റെ സുഹൃത്തുക്കളും അതുവഴി യാത്ര ചെയ്തു വരുമ്പോ ക്ഷീണം കാരണം തിരക്കുള്ളത് കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അവിടെ ഒരുപാട് തിരക്ക്, ജനങ്ങൾ തിങ്ങിറങ്ങി നിൽക്കുന്നു. പക്ഷെ വണ്ടി ഓടിച്ച സഹോദരനും കൂടെയുള്ള കൂട്ടുകാരനും അവിടെ ഇറങ്ങി. അവര് വന്ന് പറയുന്നു, വല്ലാത്ത രംഗമാണ്. വൈകുന്നേരം അത് കണ്ട ഒരു പ്രിയപ്പെട്ട സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, വാഹനം ഓടിക്കുന്നവന് അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആലോചിക്കണം, എത്രയോ വലിയ വലിയ ദുരന്തത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കരകയറ്റിയിരിക്കുകയാണ്. അള്ളാഹു പടച്ചതമ്പുരാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഒരായുധം ഇസ്ലാമിന്റെ എതിർ സൈന്യമായ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക്, ബദരീങ്ങളോട് പോരടിക്കാൻ വേണ്ടി ആ മറുഭാഗത്ത് അണിനിരന്നിരിക്കുന്ന ശത്രുക്കൾക്ക് എത്ര കുതിരകൾ ഉണ്ടാകട്ടെ, എത്ര ആൽബലമുണ്ടാകട്ടെ, എത്ര ആയുധമുണ്ടാകട്ടെ, അതെല്ലാം അവർക്ക് കൊടുത്തതാരാ? ഇല്ലാ ബില്ലാഹ്. അതെല്ലാം അവർക്ക് കൊടുത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ആ പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഈ ദിക്ർ പറഞ്ഞുകൊണ്ടിറങ്ങി. ഇതൊന്നാമത്തെ ആയുധമാണ്. രണ്ടാമത് ബദരീങ്ങളുടെ രണ്ടാമത്തെ ആയുധമേതാ? ഈ ആയുധം മനസ്സിൽ വെച്ചുകൊണ്ട് അവരിറങ്ങിയപ്പോൾ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവനവന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുമെങ്കിൽ ഈ ആയുധം കൊണ്ട് രംഗത്തിറങ്ങിപ്പോയ പ്രിയപ്പെട്ട ബദരീങ്ങളെ അല്ലാഹു പടച്ചതമ്പുരാ സഹായിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, ചങ്കിലുറയ്ക്കും ഈമാനിന്റെ ആയുധത്തിൻ്റെ ഇമ്പം കണ്ണി തറച്ചത നെഞ്ചിലതെറ്റ സഹാബത്തെ, കെട്ടുകളായി പല തട്ടുകളായിട്ടായുധമൊന്നില്ലാതെ പട്ടിണിയിൽ കനമിട്ടുകടുത്ത ഹിദായത്തെ, കൽബരിയുന്ന ദുആയിൽ കണ്ണീർ ചാലത പൊട്ടി ഒഴുകുന്നേ, കണ്ടറിയുന്ന ഹബീബും പിന്നിൽ കൈകൾ ഉയർത്തി കരയുന്നേ, പൊട്ടിപ്പൊളിഞ്ഞ ഇരുമ്പിൻ വാളാൽ പാപം ബദരീങ്ങൾ തട്ടിയെടുത്ത വിജയത്തിന്റെ കാതലേ, പൊട്ടിപ്പൊളിഞ്ഞ തുരുമ്പിൻ വാളാൽ പാപം ബദരീങ്ങൾ തട്ടിയെടുത്ത വിജയത്തിന്റെ കാതലേ. അല്ലാഹുവേ പടച്ചവനെ, ആ വീര്യമുള്ള ആയുധം നെഞ്ചത്ത് വെച്ചുകൊണ്ട് പടപ്പുറപ്പാട് നടത്തിയ അസ്ഹാബുൽ ബദറിന്റെ ചിന്ത ഞങ്ങളുടെ മനസ്സിന്റെ അകത്ത് നീ എന്നും നിറച്ചു തരണേ അല്ലാഹ്. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവന്റെ സഹായം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നതാ. ശക്തിപ്പെടുത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹു പടച്ചതമ്പുരാൻ ശക്തിപ്പെടുത്തിയില്ലേ? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നേതാവായ അബൂജഹൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു. നാളെ മുഹമ്മദിന്റെ തലവെട്ടി ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അബൂജഹൽ തന്റെ ഒരു പ്രജയോട് പറഞ്ഞു, മുസ്ലിങ്ങൾ എത്രയുണ്ടെന്ന് നീ പോയി നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ എത്രയുണ്ടെന്ന് നീ പോയി നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞു, 1000കണക്കിന് മുസ്ലിങ്ങളാന്ന് അറിഞ്ഞിരിക്കുന്നത്, ആകെ 100-300 പേരേ ഉള്ളൂ അവിടെ. പക്ഷെ ഇയാൾ വന്ന് പറഞ്ഞ മറുപടി എന്താ? 1000കണക്കിന്. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ അബൂജഹലിനോട് പറഞ്ഞത് കസറത്തൻ ഫീ കുല്ലി മിഅത്തിൻ വാഹിദ, ഓരോ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കണ്ണിൽ 100 ആളായിട്ടാണ് കണ്ടത്. ഓരോ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കണ്ണിൽ 100 ആളായിട്ടാണ് കണ്ടത്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എത്രയും ജനങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഒരു പരുവത്തിന് നമുക്ക് കണക്കെടുക്കണമെങ്കിൽ എത്ര പേർക്കുള്ള കാപ്പി കിട്ടുന്ന അവരോട് ചോദിച്ചാൽ മതി. പക്ഷെ ഇന്നത് കണക്കെടുക്കാൻ പറ്റൂല. 500 പേർക്കുള്ള കാപ്പി ഇട്ടിട്ട് 1000 പേരുടെ വെള്ളം ഒഴിച്ചെങ്കിലേ തികയുള്ളൂ. അപ്പോ ആ കണക്കെടുപ്പൊന്നും നടക്കൂല. എന്നാലും അൽഹംദുലില്ലാഹ് നല്ല കാവ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഒരുപാട് പേര് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് ഇന്നലെ 3 മണിക്കൂർ ഒരു തങ്ങൾ എന്നോട് പറഞ്ഞതാ. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് കേച്ചേരി ഭാഗത്തുള്ള ഉസ്താദേ, ഇന്നലെ 3 മണിക്കൂർ ഒരുപോലെ നിന്നാണ് വാത് കേട്ടത്. കാല് വേദനിക്കാണ്. ഇന്ന് ഇരിക്കാൻ സ്ഥലം തന്നില്ലെങ്കിൽ മരണകാര്യം വലിയ പാടാണ്.
3 മണിക്കൂർ ഒരുപോലെ നിന്ന് വാത് കേട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്, ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവരെയൊക്കെ ബഹുമാനിക്കാനും അവരുടെ കൂടെ ദീനിന്റെ ഖിദ്മത്തിനു വേണ്ടി അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഇറങ്ങാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. രണ്ടാമത്തെ ആയുധം എന്താ? ഒന്നാമത്തത് മനസ്സിന്റെ അകത്ത് മുറുകെ പിടിക്കണം. നമ്മൾ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഒരാളെ 100 തോന്നിപ്പോയി. ബദർ യുദ്ധത്തിൽ അബൂജഹലിനോട് വന്ന് പറയുന്നു, നിങ്ങൾ ഇറങ്ങണ്ട. ഇസ്ലാമിന്റെ ശത്രുക്കളോട് പറയുന്നു, ആയിരക്കണക്കാന ജനങ്ങളാണവര്. എന്നാൽ ഇവിടുന്ന് മുനാഫിഖീങ്ങൾ അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ബഗ്ശവും വസാദഹും ഈമാനാ. പട്ടിണിപ്പാവങ്ങളായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സാധുക്കളായ സഹാബത്തോട് മുനാഫിഖീങ്ങൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തേക്ക് പോകണ്ട. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ശത്രുക്കളാ. നിങ്ങൾ അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞതെന്താ? വഖാലൂ ഹസ്ബുനല്ലാഹ്